ഹലോ എവ്രി വൺ, വെൽക്കം ടു നാൻ അക്കാദമി. 20-12-2025 കേരള PSC നടത്തിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപ്രകാരമുള്ള ആൻസർ കീ ഡിസ്കഷനാണ് ഈ വീഡിയോയിൽ. ഒന്നാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ രീതി തിരഞ്ഞെടുക്കുക. പോയിന്റ്സ് തന്നിരിക്കുന്നത് പാരീസിലെ ബാസ്റ്റൈൽ കോട്ടയുടെ പതനം, രണ്ടാമത്തെ പോയിന്റ് ബോസ്റ്റൺ ടീ പാർട്ടി സംഭവം, മൂന്നാമത്തെ പോയിന്റ് ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം. ഈ സംഭവങ്ങൾ ശരിയായ കാലഗണനാ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ 2, 1, 3. ഓപ്ഷൻ എ ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. രണ്ടാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, കുളച്ചൽ യുദ്ധം. മൂന്നാമത്തെ ചോദ്യം, പോളവാരം ജലസേചന പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഓപ്ഷൻ എ, ഗോദാവരി. നാലാമത്തെ ചോദ്യം, ഗാസ യുദ്ധം സംബന്ധിച്ച് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? പ്രസ്താവന തന്നിരിക്കുന്നു. ഒന്നാമത്തെ പ്രസ്താവന, ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉച്ചകോടി 2025 ഒക്ടോബർ 13 ഈജിപ്തിലെ ഷരം അൽ ഷെയ്ഖിൽ നടന്നു. രണ്ടാമത്തെ പ്രസ്താവന, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്തിലെ പ്രസിഡന്റ് അബ്ദേൽ ഫത്ത അൽ സിസിയും ആണ് അധ്യക്ഷത വഹിച്ചത്. മൂന്നാമത്തെ പ്രസ്താവന, ബന്ദികളെ കൈമാറുന്നത് സംബന്ധിച്ച് ഉച്ചകോടി തീരുമാനം എടുത്തില്ല. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ആൻസർ. ഒന്നാമത്തതും രണ്ടാമത്തതും മാത്രം. അഞ്ചാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? പോയിന്റ്സ് തന്നിരിക്കുന്നത് ഹിതകാരണി സമാജം വീരേശലിംഗം, സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ, ആര്യ സമാജം സ്വാമി വിവേകാനന്ദർ. ഇതിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ആൻസർ. ഒന്നാമത്തേതും രണ്ടാമത്തേതും മാത്രം. ഹിതകാരണി സമാജം വീരേശലിംഗം ശരിയാണ്. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ ശരിയാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി. ആറാമത്തെ ചോദ്യം, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? 3 പോയിന്റ്സ് തന്നിരിക്കുന്നു. ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് നിയമലംഘന സമരം പിൻവലിച്ചത്. രണ്ടാമത്തെ പോയിന്റ്, ചമ്പാരനിലെ സമരം നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു. മൂന്നാമത്തെ പോയിന്റ്, ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കം കുറിച്ചത് ഡൽഹിയിൽ നിന്നായിരുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ആൻസർ തന്നിരിക്കുന്നത്. രണ്ടാമത്തത് മാത്രം, ചമ്പാരനിലെ സമരം നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു. ഏഴാമത്തെ ചോദ്യം, ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി. ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, വാവുവേലി. എട്ടാമത്തെ ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഒമ്പതാമത്തെ ചോദ്യം, ഖാദർ ഏത് മണ്ണിനത്തിൻ്റെ വകഭേദമാണ്? ഉത്തരം ഓപ്ഷൻ ബി, എക്കൽ മണ്ണ്. പത്താമത്തെ ചോദ്യം, അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണം ഏത്? ഉത്തരം ഓപ്ഷൻ എ, ഹൈഗ്രോമീറ്റർ. ഓപ്ഷൻ എ, ഹൈഗ്രോമീറ്റർ ആണ് ആൻസർ. ഓപ്ഷൻ എ, ഹൈഗ്രോമീറ്റർ. 11ാമത്തെ ചോദ്യം, പകലത്തെ സൂര്യതാപമേറ്റ് പർവ്വത ചെരുവിലെ വായു വികസിച്ചുയരുന്നത് മൂലം താഴ്വരയിൽ നിന്ന് പർവ്വത മുകളിലേക്ക് കാറ്റ് വീശുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? 11ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, താഴ്വരക്കാറ്റ്. 12ാമത്തെ ചോദ്യം, 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം ഓപ്ഷൻ എ, ഇ സന്തോഷ് കുമാർ. 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഇ സന്തോഷ് കുമാർ. 13ാമത്തെ ചോദ്യം, കോളനി ഭരണകാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന 1, കാർഷിക മേഖല മുരടിപ്പിലായിരുന്നു.
പ്രസ്താവന 2 കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം കർഷകരെ നാണ്യവിളകളിൽ നിന്നും ഭക്ഷ്യവിളകളിലേക്ക് ആകർഷിച്ചു. പ്രസ്താവന 3 ഭൂവുടമ സമ്പ്രദായം കാർഷിക മുരടിപ്പിന്റെ പ്രധാന കാരണമായി. ഇതിലെ കോളനി ഭരണകാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 1ഉം 3ഉം ശരി. 14ാമത്തെ ചോദ്യം ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത്. ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത് ഓപ്ഷൻ ബി 1970 പകുതി മുതൽ 1980 പകുതി വരെ. 15ാമത്തെ ചോദ്യം താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച ശേഷം ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. പ്രസ്താവനകൾ ലോക വ്യാപാര സംഘടന 1991 നിലവിൽ വന്നു. ഗാട്ടിന്റെ പിൻഗാമിയായിരുന്നു WTO. ഗാട്ട് സ്ഥാപിതമായ വർഷം 1948 ആയിരുന്നു. ഇതിലെ ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഏതൊക്കെയാണ് ശരിയായവ എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 2ഉം 3ഉം ശരി. 16ാമത്തെ ചോദ്യം ഒരു രാജ്യത്തിന്റെ ആരോഗ്യപരമായ അവസ്ഥ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൂചകം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ശിശുമരണ നിരക്ക്, ആയുർദൈർഘ്യം, പകരുന്നതും അല്ലാത്തതുമായ അസുഖങ്ങളുടെ സാന്നിധ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. 17ാമത്തെ ചോദ്യം നീതി ആയോഗ് ആയി യോജിക്കാത്ത പ്രസ്താവന ഏത്. പ്രസ്താവന തന്നിരിക്കുന്നത് നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. രണ്ടാമത്തെ പ്രസ്താവന സഹകരണ ഫെഡറലിസം ഉൾക്കൊള്ളുന്നു. മൂന്നാമത്തെ പ്രസ്താവന പദ്ധതികളുടെ നിരീക്ഷണവും വിലയിരുത്തലും നടത്തുന്നു. ഏറ്റവും അവസാനത്തെ പ്രസ്താവന നീതി ആയോഗ് ഊന്നൽ നൽകുന്നത് സാങ്കേതിക വിദ്യയുടെ നവീകരണത്തിലൂടെയുള്ള പദ്ധതികൾക്കും സംരംഭങ്ങൾക്കും. ഇതിൽ നീതി ആയോഗായി യോജിക്കാത്ത പ്രസ്താവന ഏത്. ഉത്തരം ഓപ്ഷൻ എ നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. 18ാമത്തെ ചോദ്യം ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം. ഉത്തരം ഓപ്ഷൻ ബി ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി. 19ാമത്തെ ചോദ്യം 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഏത് വർഷത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. ഉത്തരം ഓപ്ഷൻ ബി 2002. 20ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. 20ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അനുച്ഛേദം 38 തുല്യനീതിയും സൗജന്യ നിയമസഹായവും എന്നത് തെറ്റായ പ്രസ്താവനയാണ്. ഇരുപത്തൊന്നാമത്തെ ചോദ്യം ഒരു ബില്ല് പണബില്ലാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്. ഓപ്ഷൻ സി ലോക്സഭ സ്പീക്കർ. 22ാമത്തെ ചോദ്യം വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുൻപ് വരെയുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഉത്തരം ഓപ്ഷൻ സി 20 വർഷം. 23ാമത്തെ ചോദ്യം ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച കേസ്. ഓപ്ഷൻ ബി മൾബറി വേഴ്സസ് മാഡിസൺ കേസ്. മൾബറി വേഴ്സസ് മാഡിസൺ കേസിലാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച കേസായി മാറുന്നത്. 24ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്. 24ാം ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. പ്രസ്താവന 1ഉം 4ഉം തെറ്റാണ്. 25ാമത്തെ ചോദ്യം മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കുവാനുള്ള അവകാശം അതാത് മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദം. ഉത്തരം ഓപ്ഷൻ ബി അനുച്ഛേദം 26. 26ാമത്തെ ചോദ്യം പ്രൊറോഗേഷൻ എന്നത്. ഓപ്ഷൻ സി ഒരു സെഷൻ അവസാനിക്കുന്നു. 27ാമത്തെ ചോദ്യം
താഴെ തന്നിരിക്കുന്നവരിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് നടനെയാണ് വോട്ടർ ബോധവൽക്കരണത്തിനായി നിലവിൽ ദേശീയ പ്രതീകമായി അംഗീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി രാജ്കുമാർ റാവു. 28ാമത്തെ ചോദ്യം. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തിലെ അംഗപരിമിതർക്ക് എത്ര രൂപയാണ് വാർഷിക ചികിത്സാ സഹായം ലഭിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി 1 ലക്ഷം. 29ാമത്തെ ചോദ്യം. കേരളത്തിൽ MC ജോസഫൈന് തൊട്ടു മുൻപ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി? ഓപ്ഷൻ ഡി ശ്രീമതി KC റോസക്കുട്ടി. 30ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ കേരള ഗവൺമെൻറ്റിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി സുകൃതം. 31ാമത്തെ ചോദ്യം. P സച്ചിദാനന്ദൻ്റെ ഏത് നോവലിനാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത്? ഉത്തരം ഓപ്ഷൻ എ മരണ സർട്ടിഫിക്കറ്റ്. 32ാമത്തെ ചോദ്യം. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന വാതകം? ഓപ്ഷൻ ഡി ക്ലോറോ ഫ്ലൂറോ കാർബൺ. 33ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ പൂർണ്ണമായും ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ക്യാൻസർ, മലേറിയ, പ്രമേഹം, അമിതഭാരം. ഇതിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഓപ്ഷൻ ബി മലേറിയ. 34ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം? ഉത്തരം കരൾ. 35ാമത്തെ ചോദ്യം. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഡി. പിങ്ക് റിബൺ ഏത് രോഗത്തിൻ്റെ ബോധവൽക്കരണ പ്രതീകമാണ്? പിങ്ക് റിബൺ ഏത് രോഗത്തിൻ്റെ ബോധവൽക്കരണ പ്രതീകമാണ്? ഉത്തരം ഓപ്ഷൻ ബി സ്ഥാനാർബുദം. 37ാമത്തെ ചോദ്യം. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന മരണാന്തര അവയവദാന പദ്ധതി? ഉത്തരം ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി. 38ാമത്തെ ചോദ്യം. പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നത്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് സിറിഞ്ചിൻ്റെ പ്രവർത്തനം, ഹൈഡ്രോളിക് ബ്രേക്കുകളിൽ, ദന്ത ഡോക്ടറിൻ്റെ കസേരയിൽ. ഓപ്ഷൻ ഡി ഇവയിലെല്ലാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ഇവയിലെല്ലാം. 39ാമത്തെ ചോദ്യം. ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ കീ പ്രകാരം ഓപ്ഷൻ ഡി ആണ് ആൻസർ തന്നിരിക്കുന്നത്. നാൽപ്പതാമത്തെ ചോദ്യം. 20 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്നും 20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്നു. ഈ വസ്തുവിൽ ചെയ്ത പ്രവൃത്തി? ഓപ്ഷൻ എ 4000 ജൂള്. 41ാമത്തെ ചോദ്യം. 2025 നവംബർ 2-ാം തീയതി ISRO ഭ്രമണപഥത്തിൽ എത്തിച്ച സ്പേസ് ക്രാഫ്റ്റ് CMS-03യുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നു. LVM-3 എന്ന വിക്ഷേപണ റോക്കറ്റാണ് ഇതിനായി ഉപയോഗിച്ചത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് LVM-3യുടെ 3ാമത്തെ ഓപ്പറേഷണൽ പറക്കലാണിത്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റാണ്. ഭാരം കുറവായതിനാൽ വിക്ഷേപണം എളുപ്പമായിരുന്നു. ഇതിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് ശരി. 1, 3. 42ാമത്തെ ചോദ്യം. താഴെ പറയുന്ന 3 ക്വാണ്ടം സംഖ്യകളാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓർബിറ്റലുകളിൽ ഏതിനാണ് കാന്തിക ക്ഷേത്രത്തിൻ്റെ അഭാവത്തിൽ ഒരേ ഊർജം ലഭ്യമായിരിക്കുക? 42ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി 2ഉം 4ഉം. 43ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് ക്രമീകരണമാണ് അതിന് നേരെ പരാമർശിച്ചിരിക്കുന്ന സ്വഭാവത്തിന് അനുസൃതമല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ബി. 44ാമത്തെ ചോദ്യം. ലോഹസ്ഥാന ചലന പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവന ഏത്? സ്റ്റേറ്റ്മെൻറ്റ് ഇരുമ്പ് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ നീക്കം ചെയ്യുന്നു. സിങ്ക് മഗ്നീഷ്യം സൾഫേറ്റിൽ നിന്ന് മഗ്നീഷ്യത്തെ നീക്കം ചെയ്യുന്നു. കോപ്പർ ലെഡ് സൾഫേറ്റിൽ നിന്ന് ലെഡിനെ നീക്കം ചെയ്യുന്നു. മെർക്കുറി സിങ്ക് സൾഫേറ്റിൽ നിന്ന് സിങ്കിനെ നീക്കം ചെയ്യുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ഇരുമ്പ് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ നീക്കം ചെയ്യുന്നു. ഓപ്ഷൻ എ ആണ് ആൻസർ. 45ാമത്തെ ചോദ്യം. 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ആര്?
2025 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ജോൺ എം മാർട്ടിനിസ്. 46 ചോദ്യം, താഴെ പറയുന്നവയിൽ കിളിപ്പാട്ട് വൃത്തമായി അറിയപ്പെടുന്നത് ഏതാണ്? കിളിപ്പാട്ട് വൃത്തമായി അറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി കേക. 47 ചോദ്യം, മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രത്തിൻ്റെ പേര്? ഓപ്ഷൻ എ വിഗതകുമാരൻ. 48 ചോദ്യം, മാപ്പിളപ്പാട്ടിലെ ഈണത്തിൻ്റെ താളക്രമം അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ഇശൽ. 49 ചോദ്യം, ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിന് മുൻപ് ജന്മം കൊണ്ട ബാറ്റിംഗ് ഇതിഹാസം ആരാണ്? ഓപ്ഷൻ ബി ആണ് തന്നിരിക്കുന്നത്. 50 ചോദ്യം, തക്ബുർണി എന്ന സമകാല നോവൽ രചിച്ചതാര്? ഓപ്ഷൻ ബി വന്ദന. മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. 51 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 52 ക്വസ്റ്റ്യൻ്റെ ആൻസർ, 1 സെക്കൻഡ് 1 മണിക്കൂറിൻ്റെ എത്ര ദശാംശമാണ്? ആൻസർ സി, ഓപ്ഷൻ സി ആണ് ആൻസർ. 53 ചോദ്യം, 4ൻ്റെ ആദ്യത്തെ 4 ഗുണിതങ്ങളുടെ ശരാശരി? ഓപ്ഷൻ ഡി. 54 ചോദ്യം, 2 സംഖ്യകൾ തമ്മിലുള്ള അനുപാതം 3:4 അവയുടെ ഗുണനഫലം 1728 ആയാൽ ചെറിയ സംഖ്യ? 54 ചോദ്യത്തിൻ്റെ ആൻസർ 36. 55 ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 56 ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി 479. 57 ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. കൂട്ടത്തിൽപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. 58 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 59 ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി. 60 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 61 ചോദ്യം, പ്രൊജക്റ്റ് ടൈഗറുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പോയിന്റ്, ദേശീയ തലത്തിൽ കടുവകളുടെ സംരക്ഷണത്തിനായി 1972 പ്രൊജക്റ്റ് ടൈഗർ ആരംഭിക്കുന്നത്. 2ാമത്തെ പോയിന്റ്, കേരളത്തിലെ 2 കടുവാ സങ്കേതങ്ങളാണ് പെരിയാറും വയനാടും. 3ാമത്തെ പോയിന്റ്, ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ അധ്യക്ഷൻ കേന്ദ്രവനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രൊജക്റ്റ് ടൈഗറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. 61 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി 3 ഓൺലി. 62 ചോദ്യം, ഒരു പ്രദേശം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണ്? 62 ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി വന്യജീവി സംരക്ഷണ നിയമം. 63 ക്വസ്റ്റ്യൻ, എലിഫൻ്റ് റിസർവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് ആൻസർ കീ പ്രകാരം. 64 ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ജൈവമണ്ഡല റിസർവ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ നീലഗിരി. 65 ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനാവരണം ഫോറസ്റ്റ് കവറുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ മധ്യപ്രദേശ്. 66 ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആഗോളതാപനത്തിൻ്റെ സൂചകങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് സമുദ്രനിരപ്പ് ഉയരുന്നത്, ആവാസവ്യവസ്ഥയിലെ മാറ്റങ്ങൾ, ഐസ് ഘടനയിലുണ്ടാകുന്ന മാറ്റങ്ങൾ. ഇതിൽ ആഗോളതാപനത്തിൻ്റെ സൂചകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ 1, 2, 3. 3
ആഗോളതാപനത്തിൻ്റെ സൂചകങ്ങളാണ്. 67ാമത്തെ ചോദ്യം, കരിമ്പുഴ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. 67ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 2ഉം 3ഉം. 68ാമത്തെ ചോദ്യം, ഡോണ്ട് ബൈ ട്രബിൾ എന്നത് ഏത് സംഘടനയുടെ നേതൃത്വത്തിലുള്ള പ്രചാരണ പരിപാടിയാണ്? ഉത്തരം ഓപ്ഷൻ ബി, ട്രാഫിക്. 69ാമത്തെ ചോദ്യം, IUCN വർഗീകരണമനുസരിച്ച് സഹ്യപർവ്വത വനങ്ങളിൽ ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗത്തിൽപ്പെട്ട ജീവി ഏതാണ്? 69ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ, മലബാർ വെരുക്. 70ാമത്തെ ചോദ്യം, കമ്മ്യൂണിറ്റി റിസർവ് സംബന്ധിച്ച ശരിയായവ തിരഞ്ഞെടുക്കുക. സ്റ്റേറ്റ്മെൻറ്റ് എന്നതിൽ 70ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3. 71ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ദിനാചരണങ്ങൾ ശരിയായ രീതിയിൽ ചേരുംപടി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. 71ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ജനുവരി 5 ദേശീയ പക്ഷി ദിനം, ഏപ്രിൽ 22 ഭൗമദിനം, സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനം, മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. 71ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 72ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന നിയമങ്ങളും അവ നടപ്പിലാക്കിയ വർഷങ്ങളും ശരിയായി ചേരുംപടി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. 72ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ. 73ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഓപ്ഷൻ ബി, കോന്നി. 74ാമത്തെ ചോദ്യം, ഓപ്പറേഷൻ തണ്ടർ 2023 നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? ഓപ്ഷൻ സി, അന്താരാഷ്ട്ര തലത്തിലുള്ള വന്യജീവി കള്ളക്കടത്ത് കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന്. ഓപ്പറേഷൻ തണ്ടർ 2023 ഓപ്പറേഷൻ. 75ാമത്തെ ചോദ്യം, ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. 75ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. 76ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പ്രൊജക്റ്റ് എലിഫൻ്റ് രൂപീകരിച്ചതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് കാട്ടാനകളുടെയും അവയുടെ ആവാസവ്യവസ്ഥയും ഉടനാഴികളും സംരക്ഷിക്കുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മനുഷ്യ വന്യമൃഗ സംഘർഷം മൂലം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക, നാട്ടാനകളുടെ ക്ഷേമം ഉറപ്പാക്കുക. ഇതിൽ പ്രൊജക്റ്റ് എലിഫൻ്റ് രൂപീകരിച്ചതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഓപ്ഷൻ ഡി. 77ാമത്തെ ചോദ്യം, റെഡ് ഡാറ്റ ബുക്കിൽ കറുത്ത നിറത്തിലുള്ള കോഡ് നൽകിയിരിക്കുന്നത് ഏത് തരം ജീവികളെ സൂചിപ്പിക്കാനാണ്? ഉത്തരം ഓപ്ഷൻ എ, വംശനാശം സംഭവിച്ചവർ. റെഡ് ഡാറ്റ ബുക്കിൽ കറുത്ത നിറത്തിലുള്ള കോഡ് നൽകിയിരിക്കുന്നത് വംശനാശം സംഭവിച്ച ജീവികളെ സൂചിപ്പിക്കാനാണ്. 78ാമത്തെ ചോദ്യം, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഡെറാഡൂൺ. 79ാമത്തെ ചോദ്യം, ജീവനക്കാരുടെ സെൻസിറ്റീവായ വ്യക്തിഗത വിവരങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനം ആ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അശ്രദ്ധ കാണിച്ചു. അതുവഴി ജീവനക്കാർക്ക് നഷ്ടം സംഭവിച്ചു. ഡാറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ജീവനക്കാർക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ സാധിക്കുമോ? ഉത്തരം ഓപ്ഷൻ സി, അതെ. സെക്ഷൻ 43A ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം നഷ്ടപരിഹാരം നൽകാൻ ബോഡി കോർപ്പറേറ്റ് ബാധ്യസ്ഥമാണ്. 80ാമത്തെ ചോദ്യം, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടുമായി ബന്ധപ്പെട്ട ഇനി പറയുന്നവ പൊരുത്തപ്പെടുത്തുക. 80ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. സെക്ഷൻ 66C ഐഡൻറ്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ. സെക്ഷൻ 66E സ്വകാര്യത ലംഘിക്കുന്നതിനുള്ള ശിക്ഷ. സെക്ഷൻ 66F സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ.
ഇനി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. 81ാമത്തെ ചോദ്യം, ഐദർ യു ഓർ ഐ ഡാഷ് ടു ചൂസ് ദ പോസ്റ്റ്. ഉത്തരം ഓപ്ഷൻ ബി ആം. 82ാമത്തെ ചോദ്യം, ദ പാസീവ് ഫോം ഓഫ് യു നീഡ് നോട്ട് സബ്മിറ്റ് ദ ഡോക്യുമെൻറ്റ്. ദ പാസീവ് ഫോം ഓഫ് യു നീഡ് നോട്ട് സബ്മിറ്റ് ദ ഡോക്യുമെൻറ്റ്. 82ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി, ദ ഡോക്യുമെൻറ്റ് നീഡ് നോട്ട് ബി സബ്മിറ്റഡ്. 83ാമത്തെ ചോദ്യം, ദേ വർ നോട്ട് അഷെയിംഡ് ഡാഷ് ഹഗ് ഈച്ച് അതർ. ദേ വർ നോട്ട് അഷെയിംഡ് ടു ഹഗ് ഈച്ച് അതർ. ഓപ്ഷൻ എ ആൻസർ. 84ാമത്തെ ചോദ്യം, ഗെറ്റ് റെഡി ഫോർ ദ ഡെസെൻറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഓപ്ഷൻ എ ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. 85ാമത്തെ ചോദ്യം, ഷി വിൽ ഡാഷ് ദ പൊസിഷൻ ഓഫ് എ മാനേജർ ടുമോറോ. ഓപ്ഷൻ ഡി ടേക്ക് അപ്പ്. ഷി വിൽ ടേക്ക് അപ്പ് ദ പൊസിഷൻ ഓഫ് എ മാനേജർ ടുമോറോ. 86ാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഓപ്ഷൻ സി. 87ാമത്തെ ചോദ്യം, ഇഫ് ഐ ന്യൂ ഹർ അഡ്രസ് ഐ ഡാഷ് എ ലെറ്റർ ടു ഹർ. 87ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി, ഐ കുഡ് റൈറ്റ് എ ലെറ്റർ ടു ഹർ. 88ാമത്തെ ചോദ്യം, സിനോണിംസ് ഓഫ് സക്കം. ഉത്തരം ഓപ്ഷൻ സി, ബോത്ത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. 89ാമത്തെ ചോദ്യം, ഐ ആസ്ക്ഡ് ഹിം can you join the team today? Change the sentence into reported speech. ഉത്തരം ഓപ്ഷൻ ഡി, I asked him if he could join the team on that day. 90ാമത്തെ ചോദ്യം, the idiom stands for stop avoiding the main issue and speak directly. The idiom stands for stop avoiding the main issue and speak directly is option C, beat around the bush. ഇനി മലയാളം ചോദ്യങ്ങളാണ്. 91ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ ബി, ഉപക്രമം എന്ന പദത്തിൻ്റെ വിപരീതാർത്ഥമായി വരുന്ന പദം. 92ാമത്തെ ആൻസർ ഉപസംഹാരം. പൂവമ്പ് എന്ന പദം പിരിച്ചെഴുതുക. ഉത്തരം ഓപ്ഷൻ ബി, പൂ പ്ലസ് അമ്പ്. താഴെ തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം. ഓപ്ഷൻ എ, നങ്ങ്യാർ. മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം. ഉത്തരം ഓപ്ഷൻ ബി, തൂലം. താഴെ തന്നിട്ടുള്ളവയിൽ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ ഡി, മിടുക്കർ. അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായി വരുന്ന പ്രയോഗം. ഓപ്ഷൻ സി, വഴി കാണിക്കുക. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്ന പദത്തിൻ്റെ ഒറ്റപ്പദം ഏത്? ഉത്തരം ഓപ്ഷൻ എ, പിപാസു. 10-15 എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. ഓപ്ഷൻ ബി, 10-15. ടിറ്റ് ഫോർ ടാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഏത്? ഉത്തരം ഓപ്ഷൻ സി, ഉരുളയ്ക്കുപ്പേരി.